മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഇതിനായി പേരാമ്പ്ര മണ്ഡലമാണ് പരിഗണനയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പൂർണ്ണമായി തള്ളിയതും ശ്രദ്ധേയമായി. ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറെന്ന DCC അധ്യക്ഷൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് DCCയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഒട്ടിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ആയിരിക്കില്ല. കഴിഞ്ഞ തവണ LDFന്റെ TP രാമകൃഷ്ണനെതിരെ മുസ്ലിം ലീഗാണ് പേരാമ്പ്രയിൽ മത്സരിച്ചത്. മാണി സി കാപ്പന്റെ പാർട്ടി KDPക്ക് നൽകിയ എലത്തൂർ ഏറ്റെടുക്കാനും നീക്കമുണ്ട്. ഇതിനിടെ LDFൽ എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തള്ളി. എലത്തൂർ സീറ്റ് CPM എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചരണമാണോ? അങ്ങനെ പറയാം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ LDFന്റെ സിറ്റിംഗ് സീറ്റിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മുഴുവൻ സീറ്റും LDF നിലനിർത്തുമെന്നും M മെഹബൂബ് പ്രതികരിച്ചു. അതേസമയം പാലക്കാട് ചിറ്റൂർ മണ്ഡലം ഏറ്റെടുക്കുമെന്ന വാർത്ത CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തള്ളി. ചിറ്റൂർ സീറ്റ് എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റും CPM ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ പാലക്കാട് ജില്ലയിലില്ല. അല്ല, അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കായിരിക്കും ആ പാർട്ടി. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെയാണ് ചിറ്റൂർ CPIM ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കും.